ഏഞ്ചൽ ഫിഷ് അഥവാ മാലാഖ മത്സ്യങ്ങൾ എന്ന് വിളിക്കുവാനുള്ള കാരണം ഈ മത്സ്യങ്ങൾക്ക് ഉയരമുള്ളതും ത്രികോണാകൃതിയിലുള്ളതുമായ ശരീരവും ചിറകുകളോട് സാമ്യമുള്ള നീളമുള്ള ഒഴുകുന്ന ചിറകുകളുമുണ്ട്. ഇത് അവയ്ക്ക് മാലാഖയെ പോലെ ഒരു രൂപം നൽകുന്നു. അവ വെള്ളത്തിലൂടെ സാവധാനം തെന്നി നീങ്ങുമ്പോൾ അവയുടെ ആകൃതിയും ചലനവും ആളുകളെ വസ്ത്രങ്ങളും ചിറകുകളുമുള്ള മാലാഖമാരുടെ പരമ്പരാഗത ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഏഞ്ചൽ ഫിഷ് പൊതുവെ സമാധാനപരമായ മത്സ്യങ്ങളാണ്. എന്നാൽ ഇവ സിക്ലഡ് വിഭാഗത്തിൽ പെടുന്നതിനാൽ ചില സാഹചര്യങ്ങളിൽ ആക്രമണ സ്വഭാവം കാണിക്കാം. പ്രത്യേകിച്ച് ജോഡികളായി മാറുകയും മുട്ടയിടാൻ തയ്യാറാവുകയും ചെയ്യുന്ന സമയത്ത് ഇവ പരസ്പരം കൂടുതൽ പ്രദേശപരമായും സംരക്ഷണപരമായും പെരുമാറും. അതുപോലെ വളരെ ചെറിയ മത്സ്യങ്ങൾക്ക് ഇവയ്ക്ക് ഇരയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ മുഴുവൻ ആക്രമണകാരികളായി കണക്കാക്കേണ്ടതില്ല. മിക്ക മത്സ്യങ്ങളെയും പോലെ അവസരം കിട്ടുമ്പോൾ വായിൽ ഒതുങ്ങുന്ന എന്തും ഭക്ഷിക്കാനുള്ള സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. ഏഞ്ചൽ ഫിഷിനോടൊപ്പം വളർത്താൻ കഴിയുന്ന മത്സ്യങ്ങൾ വലിയ ടെട്രകൾ, റാസ്ബോറകൾ, ഗൗരാമികൾ, സമാധാനപരമായ ബാർബുകൾ, റെയിൻബോ ഫിഷുകൾ, കോറിഡോറുകൾ കൂടാതെ ഇടത്തരം വലിപ്പമുള്ള മറ്റ് ക്യാറ്റ് ഫിഷുകളും ഉൾപ്പെടുത്താവുന്നതാണ്. താപനില 82 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിലനിർത്താൻ കഴിയുന്ന വലിയ അക്വേറിയങ്ങളിൽ ഏഞ്ചൽ ഫിഷിനെ ഡിസ്കസ് മത്സ്യങ്ങളോടൊപ്പം വളർത്താവുന്നതാണ്. ഏഞ്ചൽ ഫിഷ് സാധാരണയായി വെള്ളത്തിന്റെ ഉപരിതലത്തിലോ മധ്യഭാഗത്തിലോ ഭക്ഷണം കഴിക്കുന്നവയാണ്. ഇവ സർവ്വഭുക്കുകളായതിനാൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകാം. ട്രോപ്പിക്കൽ ഫ്ലേക്സ്, കളർ ഫ്ലേക്സ്, ട്രോപ്പിക്കൽ ഗ്രാനോൾസ്, ചെമ്മീൻ പെല്ലറ്റുകൾ എന്നിവയെല്ലാം ഇവയ്ക്ക് അനുയോജ്യമാണ്. കൂടാതെ ശീതീകരിച്ച ഭക്ഷണങ്ങളും ജീവനുള്ള ഭക്ഷണങ്ങളും ഇടയ്ക്കിടെ ട്രീറ്റുകളായി നൽകാം. ഇത് അവയുടെ ആരോഗ്യത്തിനും മുട്ടയിടുന്നതിനും സഹായകരമാണ്. മികച്ച ഫലങ്ങൾക്കായി അവരുടെ ഭക്ഷണക്രമം ദിവസേന മാറ്റുന്നത് നല്ലതാണ്. ദിവസത്തിൽ 1-2 തവണ മാത്രം 2 മിനിറ്റ് മുതൽ 3 മിനിറ്റിനുള്ളിൽ കഴിക്കാനാവുന്ന അളവിൽ മാത്രം ഭക്ഷണം നൽകുക. പ്രായപൂർത്തിയായ ഏഞ്ചൽ ഫിഷുകൾ സാധാരണയായി ജോഡികളായി മാറി മുട്ടയിടുന്നു. മുട്ടയിടുന്നതിന് മുമ്പ് അവ ഒരു പരന്ന ലംബപ്രതലം വൃത്തിയാക്കി മറ്റു മത്സ്യങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നു. തുടർന്ന് പെൺമത്സ്യം നിരയായി മുട്ടയിടുകയും ആൺമത്സ്യം വന്ന് അവയെ ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഏഞ്ചൽ ഫിഷ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമായ ഒരു പ്രക്രിയയാണ്. മുട്ട വിരിഞ്ഞതിന് ശേഷം ആദ്യ 2 മുതൽ 3 ദിവസം വരെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകേണ്ടതില്ല. കാരണം അവയ്ക്ക് ആവശ്യമായ പോഷണം അവരുടെ ശരീരത്തിലുള്ള യോഗ് സാക്കിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏഞ്ചൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള സഞ്ചിയെയാണ് യോഗ് സാക്ക് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് അതീവ സൂക്ഷ്മമായ ആഹാരങ്ങൾ നൽകാം. ഉദാഹരണത്തിന് ബേബി ബ്രൈൻ, ഷ്രിംപ്, ഇൻഫുസോറിയ, മൈക്രോവേംസ് എന്നിവ വളരെ നല്ലതാണ്. വെള്ളത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. അതിനായി ദിവസവും ടാങ്കിലെ 10 മുതൽ 20% വരെ വെള്ളം മാറ്റി പുതുവെള്ളം ചേർക്കണം. ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായകമാണ്. കുഞ്ഞുങ്ങൾക്കായി 20 മുതൽ 40 ലിറ്റർ വരെ ശേഷിയുള്ള ടാങ്കുകൾ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. എന്നാൽ അവ വളരുന്നതിനനുസരിച്ച് വലിയ ടാങ്കിലേക്ക് മാറ്റേണ്ടതുണ്ട്. താപനില 25 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെ സ്ഥിരമായി നിലനിർത്തണം. കുഞ്ഞുങ്ങൾക്ക് ഫിൽറ്ററിലൂടെ പുറത്തേക്ക് പോകാതിരിക്കാനായി സ്പോഞ്ച് ഫിൽട്ടർ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏഞ്ചൽ ഫിഷുകളിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളും അവയ്ക്കുള്ള ചികിത്സാ രീതിയും: ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് രോഗം. ഏഞ്ചൽ ഫിഷിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു അണുബാധയാണ് ഇച്ച്. ഇതുണ്ടായാൽ മത്സ്യത്തിന്റെ ചിറകുകളിലും തൊലിയിലും ചവണകളിലും ഉപ്പുപൊടി പോലുള്ള ചെറുതും ഉയർന്നതുമായ വെളുത്ത പുള്ളികൾ കാണാം. മത്സ്യം സാധാരണയേക്കാൾ വേഗത്തിൽ ഗില്ലുകൾ ചലിപ്പിക്കുകയും ടാങ്കിന്റെ ഉപരിതലത്തിലേക്ക് വന്ന് ശ്വാസം മുട്ടുന്നത് പോലെ പെരുമാറുകയും ചെയ്യും. ഇതുകൂടാതെ മത്സ്യം ഒളിച്ചിരിക്കാനും ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കാനും സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ
ഉടൻ പരിചരണം നൽകുന്നത് അത്യാവശ്യമാണ്. ഇച്ച് എന്ന അസുഖത്തിനുള്ള ചികിത്സയും രോഗശമന നടപടിക്രമങ്ങളും. രോഗം ബാധിച്ച ഏഞ്ചൽ ഫിഷിനെ രോഗം മറ്റുള്ള മത്സ്യങ്ങളിലേക്ക് പടരാതിരിക്കാൻ സാധ്യമെങ്കിൽ പ്രത്യേക ക്വാറന്റൈൻ ടാങ്കുകളിലേക്ക് മാറ്റുക. താപനില 28 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിപ്പിക്കുക. മരുന്നുകൾ കൂടുതൽ ഫലപ്രദമാകാൻ സഹായിക്കും. മാലാഖൈറ്റ് ഗ്രീൻ, ഫോർമാലിൻ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് അടങ്ങിയ ഓവർ ദി കൗണ്ടർ മരുന്നുകൾ ഉപയോഗിക്കുക. ഇച്ച്, എക്സ് പോലുള്ള മരുന്നുകൾ സാധാരണയായി അക്വേറിയത്തിലെ സസ്യങ്ങൾക്കും ഒച്ചുകൾക്കും സുരക്ഷിതമാണ്. മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഫിൽറ്ററിൽ നിന്ന് സജീവമാക്കിയ സ്പോഞ്ച് നീക്കം ചെയ്ത് എയർ ബബിൾസ് നൽകുക. ദിവസേന 30% വെള്ളം മാറ്റി ചത്ത പരാതങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. പുതിയ വെള്ളം ചേർത്തതിനു ശേഷം മാത്രമേ അടുത്ത ഡോസ് മരുന്ന് ചേർക്കാവൂ. എല്ലാ വെളുത്ത പാടുകളും അപ്രത്യക്ഷമാകുന്നതുവരെ 3 മുതൽ 7 ദിവസം വരെ ചികിത്സ തുടരുക. പൂർണ്ണമായി രോഗമുക്തി ഉറപ്പാക്കാൻ അതിനുശേഷവും 2 മുതൽ 3 ദിവസം കൂടി ചികിത്സ തുടരുന്നത് നല്ലതാണ്. ഫിൻ റോട്ട് ഡിസീസ് ചിറകുകളിലും വാലിലും വെള്ള, കറുപ്പ് അല്ലെങ്കിൽ ചുവന്ന നിറങ്ങളിലുള്ള വീർത്ത അരികുകളായി കാണപ്പെടുന്നു. ചിറകുകൾ ഛിന്ന ഭിന്നമായതുപോലെയോ കടിച്ചു കീറിയതുപോലെയോ തോന്നും. കാലക്രമേണ ചിറകുകൾ പതുക്കെ ചെറുതാവുകയും നശിക്കുകയും ചെയ്യും. ഉടനടിയുള്ള ചികിത്സാ നടപടികൾ: ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുക. അമോണിയയും നൈട്രേറ്റുകളും 0 ppm ആയിരിക്കണം. ജല ഗുണനിലവാരക്കുറവാണ് പല രോഗങ്ങൾക്കും പ്രധാന കാരണം. ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കുന്നതിനുമായി 25 മുതൽ 50% വരെ ജലം മാറ്റി ശുദ്ധജലം ചേർക്കുക. രോഗബാധിതമായ ഏഞ്ചൽ ഫിഷിനെ മറ്റ് മത്സ്യങ്ങളിലേക്ക് രോഗം പടരാതിരിക്കാനായി സാധ്യമെങ്കിൽ ഒരു പ്രത്യേക ക്വാറന്റൈൻ ടാങ്കുകളിലേക്ക് മാറ്റുക. മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഫിൽറ്ററിൽ നിന്നുള്ള സജീവമാക്കിയ കാർബൺ അല്ലെങ്കിൽ സ്പോഞ്ച് നീക്കം ചെയ്യുക. ഫിൻ റോട്ട് എന്ന അസുഖത്തിനുള്ള മരുന്നുകളും പരിഹാരങ്ങളും: നേരിയതും പ്രാരംഭഘട്ടത്തിലുള്ള ഫിൻ റോട്ടിന് പ്രകൃതിദത്ത പ്രതിവിധിയായി ടീ ട്രീ ഓയിൽ അടങ്ങിയ മെലാഫിക്സ് ഉപയോഗിക്കാം. 38 ലിറ്ററിന് ദിവസേന 5 മില്ലി വീതം ഒരാഴ്ച തുടർച്ചയായി നൽകുക. കഠിനമായ കേസുകളിൽ എറിത്രോമൈസിൻ അല്ലെങ്കിൽ മാരാസിൻ, കാനാപ്ലെക്സ് അല്ലെങ്കിൽ ട്രൈസൾഫ ഗുളികകൾ പോലുള്ള വ്യാപക സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. അക്വേറിയം ഉപ്പ് രോഗശാന്തിക്ക് സഹായിക്കും. എന്നാൽ സസ്യങ്ങളോടും ചില പ്രത്യേക മത്സ്യ ഇനങ്ങളോടും ജാഗ്രത പാലിക്കുക. വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ മെത്തിയോളേറ്റ് പോലുള്ള ആന്റി ബാക്ടീരിയൽ തൈലങ്ങൾ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏഞ്ചൽ ഫിഷിലെ വെൽവെറ്റ് രോഗം. ഏഞ്ചൽ ഫിഷിൽ കാണപ്പെടുന്ന വെൽവെറ്റ് രോഗം സാധാരണയായി സ്വർണ്ണപ്പൊടി രോഗം അല്ലെങ്കിൽ തുരുമ്പ് രോഗം എന്ന പേരുകളിലും അറിയപ്പെടുന്നു. ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം മത്സ്യത്തിന്റെ തൊലി, ചവണകൾ, ചിറകുകൾ എന്നിവയിൽ മഞ്ഞ, സ്വർണം അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള പൊടി പോലെ തോന്നുന്ന ഒരു പാളിയാണ്. ഇത് വെൽവെറ്റ് പോലുള്ള രൂപത്തിൽ കാണപ്പെടും. രോഗബാധിതമായ മത്സ്യം സാധാരണയായി ചിറകുകൾ മുറുകെ പിടിച്ച നിലയിൽ കാണപ്പെടും. കൂടാതെ ആലസ്യം, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ എന്നിവയും പ്രകടമാകും. പലപ്പോഴും മത്സ്യം അക്വേറിയത്തിലെ അലങ്കാര വസ്തുക്കളിൽ ശരീരം ഉരയ്ക്കുന്ന പെരുമാറ്റവും കാണിക്കും. ഗില്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ മത്സ്യം സാധാരണയേക്കാൾ വേഗത്തിൽ ശ്വസിക്കാൻ ശ്രമിക്കും. ഇത് ഗില്ലുകളുടെ വേഗത്തിലുള്ള ചലനമായി കാണാവുന്നതാണ്. ചിലപ്പോൾ മത്സ്യം ടാങ്കിന്റെ ഉപരിതലത്തിലേക്ക് വന്ന് ശ്വാസം മുട്ടുന്നത് പോലെ പെരുമാറുകയും ചെയ്യും. രോഗം ഗുരുതരമായ ഘട്ടത്തിലെത്തുമ്പോൾ മത്സ്യത്തിന്റെ ചർമ്മം അടർന്നു പോവുകയും പൊടിഞ്ഞു പോവുകയും ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടാകും. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ ആരംഭിക്കുന്നത് അത്യാവശ്യമാണ്. ഏഞ്ചൽ ഫിഷിലെ വെൽവെറ്റ് രോഗവും ചികിത്സാ രീതികളും. രോഗം ബാധിച്ച ഏഞ്ചൽ ഫിഷിനെ
ഉടൻ തന്നെ ക്വാറന്റൈൻ ടാങ്കിലേക്ക് മാറ്റുക. രോഗവ്യാപനം തടയാൻ ഇത് അത്യാവശ്യമാണ്. വെൽവെറ്റ് പരാതം പ്രകാശത്തെ ആശ്രയിക്കുന്നതിനാൽ ക്വാറന്റൈൻ ടാങ്ക് 7 മുതൽ 14 ദിവസം വരെ പൂർണ്ണമായ ഇരുട്ടിൽ സൂക്ഷിക്കുക. ടാങ്കിലെ താപനില ക്രമേണ 28 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുക. ഇത് മരുന്നുകളുടെ ഫലപ്രാപ്തി വർദ്ധിക്കാൻ സഹായിക്കും. ഗിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മത്സ്യത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കാനും 4 ലിറ്റർ വെള്ളത്തിന് 1 ടീസ്പൂൺ എന്ന തോതിൽ അക്വേറിയം ഉപ്പ് ചേർക്കുക. ചികിത്സയ്ക്കായി കോപ്പർ സൾഫേറ്റ്, ഫോർമാലിൻ, മലാഖൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ അഗ്രിഫ്ലേവിൻ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കാം. API ലിക്വിഡ് സൂപ്പർ ICK ക്യൂർ, മാർദൽ കോപ്പർ സേഫ്, ബ്ലൂ പ്ലാനറ്റ് മൾട്ടി ക്യൂർ തുടങ്ങിയ പ്രത്യേക മരുന്നുകളും ഉപയോഗിക്കാവുന്നതാണ്. ഫിൽറ്ററിൽ നിന്ന് സജീവമാക്കിയ കാർബൺ നീക്കം ചെയ്യുക, കാരണം ഇത് മരുന്നുകളുടെ ഫലത്തെ കുറയ്ക്കും. ടാങ്കിൽ എയർ സ്റ്റോൺ ഉപയോഗിച്ച് എയറേഷൻ വർദ്ധിപ്പിക്കുക, കാരണം ഉയർന്ന താപനിലയും മരുന്നുകളും വെള്ളത്തിന്റെ ഓക്സിജൻ അളവ് കുറയ്ക്കും. ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്താൻ അമോണിയയും നൈട്രേറ്റുകളും 0-ൽ നിന്ന് നിലനിർത്തുക. ഇതിനായി 30 മുതൽ 50% വരെ വെള്ളം പതിവായി മാറ്റുക. രോഗലക്ഷണങ്ങൾ മാറിയാലും മുഴുവൻ പരാതങ്ങളും നശിച്ചതായി ഉറപ്പാക്കാൻ കുറഞ്ഞത് 10 മുതൽ 14 ദിവസം വരെ ചികിത്സ തുടരേണ്ടതാണ്. അക്വേറിയത്തിലെ ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നത് രോഗങ്ങൾ തടയാൻ സഹായകമാകും.